ഷാജഹാന് 15 വയസ്സും മുംതാസിന് 14 വയസ്സുമുള്ളപ്പോഴാണ് ആ അനശ്വര പ്രണയം തുടങ്ങുന്നത്. ആയിരത്തി 1607 തുടങ്ങിയ പ്രണയം കുടുംബാംഗങ്ങൾ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കൊടുത്തു. എന്നാൽ കൊട്ടാരത്തിലെ ഉന്നതരായ ജ്യോതിഷികളുടെ അഭിപ്രായം മാനിച്ച് ആ വിവാഹം 5 വർഷത്തേക്ക് നീട്ടിവെച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 1612 ഷാജഹാനും മുംതാസും ഒന്നിക്കുന്നത്. ഷാജഹാന് അന്ന് പ്രായം 20 വയസ്സായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു ഇരുവരുടെയും. 1628 ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായി മാറുന്നത്. തന്റെ ഭരണകാലത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഷാജഹാൻ തന്നെ കയ്യൊപ്പ് പതിപ്പിച്ചു. മുംതാസ് എല്ലാ സമയത്തും ഷാജഹാന്റെ കൂടെ ഉണ്ടായിരുന്നു. വിരുന്നുകളിലും മറ്റു യാത്രകളിലും, എന്തിനേറെ യുദ്ധങ്ങളിൽ പോലും മുംതാസും ഷാജഹാനോടൊപ്പം ഉണ്ടായിരുന്നു. സത്യത്തിൽ കല്യാണത്തിന് ശേഷം മുംതാസിന്റെ സമ്മതമില്ലാതെ ഒരു തീരുമാനവും ഷാജഹാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ സമയത്തും ഷാജഹാൻ മുംതാസിനൊപ്പം ചെലവഴിച്ചു. മുംതാസിന് പുറമെ ഷാജഹാന് മറ്റ് 2 കല്യാണങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഷാജഹാന് ഏറ്റവും പ്രിയപ്പെട്ടവൾ മുംതാസ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് 16 മക്കളായിരുന്നു. അതിൽ 14 പേര് മുംതാസിൻ്റെതായിരുന്നു. വിവാഹശേഷം മുംതാസ് ഷാജഹാന്റെ കൂടെ ഇല്ലാതിരുന്ന സമയം വളരെ ചുരുക്കം മാത്രമായിരുന്നു. 1631 സൈനിക നടപടികൾക്കായി ഇന്നത്തെ മധ്യപ്രദേശിലെത്തിയ ഷാജഹാന്റെ കൂടെയും ഗർഭിണിയായ മുംതാസ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ചാണ് മുംതാസ് രോഗിയാവുന്നതും മരണപ്പെടുന്നതും. സത്യത്തിൽ മുംതാസിനെ ആദ്യം അടക്കം ചെയ്തത് അവിടെ തന്നെ ആയിരുന്നു. പ്രിയ പത്നിയുടെ വേർപിരിവിൽ 1 വർഷത്തോളം അദ്ദേഹം ഏകാന്തനായി ജീവിച്ചു. ഏകാന്തവാസവും ദുഃഖവും അദ്ദേഹത്തെ ശാരീരികമായി തളർത്തി. ആ പ്രണയത്തിന് പകരം വെക്കാൻ മറ്റൊന്നിനും സാധിക്കാത്തത് തന്നെയായിരുന്നു കാരണം. തന്റെ പ്രിയ പത്നിക്ക് വേണ്ടി എന്തെങ്കിലും പണിത് വെക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഷാജഹാന്. ഒരുപാട് കാലത്തെ ആലോചനയ്ക്ക് ശേഷം പ്രിയ പത്നിക്ക് വേണ്ടി 1632 വലിയൊരു കൊട്ടാരം പണിയാൻ ഷാജഹാൻ നിർദ്ദേശിച്ചു. പ്രണയിനിക്ക് വേണ്ടി ലോകത്ത് മറ്റാരും നിർമ്മിക്കാത്ത തരത്തിലുള്ള ഒരു മഹാത്ഭുതം നിർമ്മിക്കുന്നതിന് പിന്നിൽ കടുത്ത പ്രണയം തന്നെയായിരുന്നു. താജ്മഹൽ വസ്തുനിർമ്മിതമായ വെറുമൊരു കെട്ടിടം മാത്രമായിരുന്നില്ല. ഷാജഹാന്റെ അത്യപൂർവമായ സ്നേഹം കൊത്തിവെച്ച ജീവിക്കുന്ന വെണ്ണക്കല്ലുകളായിരുന്നു. താജ്മഹലിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ മിനാരങ്ങൾ നോക്കുക. എന്തെങ്കിലും കാരണവശാൽ അത് തകരുകയാണെങ്കിൽ കൂടെ ഒരിക്കലും അത് മുംതാസിന്റെ ശവകുടീരത്തിന് മേൽ വീഴാതെ പുറത്തേക്ക് അല്പം ചെരിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്രത്തോളം ശ്രദ്ധയായിരുന്നു ഷാജഹാന് പ്രിയ പത്നിയോടുണ്ടായിരുന്നത്. തന്റെ പ്രിയ പത്നി കിടന്നുറങ്ങുന്ന താജ്മഹലിന് തൊട്ടടുത്ത് തന്നെ ഷാജഹാൻ മെഹ്താബാഗ് എന്ന പൂന്തോട്ടം നിർമ്മിച്ചു. മെഹ്താബാഗ് എന്നാൽ നിലാവിന്റെ ഉദ്യോഗം എന്നാണ് അർത്ഥം. മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഈ പൂന്തോട്ടത്തിലേക്ക് ഷാജഹാൻ രാത്രി കാലങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. തന്റെ പ്രിയ പത്നിയുടെ അടുക്കൽ അദ്ദേഹം പല രാത്രികളും കഴിച്ചുകൂട്ടി. എന്നാൽ 1658 ഷാജഹാൻ രോഗബാധിതനാവുകയും ഔറംഗസീബ് രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഷാജഹാൻ പിന്നീട് ആഗ്ര കോട്ടയിൽ താജ്മഹലിനെയും നോക്കിക്കൊണ്ട് തടങ്കലിൽ ജീവിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ 1666 ഷാജഹാനും മുംതാസിന്റെ അടുക്കിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ശവശരീരം ഔറംഗസീബ് പ്രിയ പത്നി മുംതാസിന്റെ തൊട്ടടുത്ത് തന്നെ സംസ്കരിച്ചു. അങ്ങനെ ഷാജഹാൻ നിർമ്മിക്കാത്ത ഷാജഹാന്റെ ശവകുടീരം ആ നിർമ്മിതികളുടെ അളവുകൾ തെറ്റിച്ച ഏക കാര്യമായി മാറി. താജ്മഹലിനുള്ളിൽ നമ്മൾ കാണുന്നത് ഷാജഹാന്റെയും മുംതാസിന്റെയും ശവകുടീരത്തിന്റെ മാതൃകകൾ മാത്രമാണ്. അതിനും താഴെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഭൂഗർഭ അറയിലാണ് അവരെ മറവ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മാറ്റി സംസ്കരിക്കപ്പെട്ട പ്രിയ പത്നിയുടെ നിദ്രയ്ക്ക് ഇനി ഒരിക്കലും ഒരു തടസ്സവും വരാതിരിക്കാനായി ഷാജഹാൻ തന്നെ ഭൂഗർഭ അറ തേടിയതാവാം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.